ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് മുറിച്ചത്, ഒരു 10 അല്ലി വെളുത്തുള്ളി നടുവേ കീറിയത്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ അരപ്പ് നന്നായിട്ടും വേഗത്തിലും ചിക്കനിൽ പിടിക്കുന്നതായിരിക്കും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ തിളച്ച് വരുമ്പോൾ ഒരു 3-4 തണ്ട് കറിവേപ്പില അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് കൂടി ഇതിലേക്കിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത വശവും കൂടി ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പാത്രത്തിനടിയിൽ ചിക്കൻ്റെ പീസ് പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്